കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ക്യാപ്റ്റൻ മാത്രമായിരിക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഈ കപ്പൽ മുങ്ങില്ല. ഈ കപ്പൽ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ ഇപ്പൊ മുങ്ങി ക്യാപ്റ്റൻ കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടും. ക്യാപ്റ്റൻ മാത്രം രക്ഷപ്പെടും. പക്ഷെ കൂട്ടത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ഏതാണ്ട് എല്ലാവരും മുങ്ങിത്താഴുന്നു എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. രഞ്ജിത്ത്, അതിൽ ആറന്മുളയിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് ഉണ്ട്, കളമശ്ശേരിയിൽ നിന്നുള്ള രാജീവ് ഉണ്ട്, കൊട്ടാരക്കരയിൽ നിന്നുള്ള മന്ത്രിയടക്കം ഇപ്പോൾ മുങ്ങിത്താഴുന്നു. അങ്ങനെ മന്ത്രിമാരൊന്നടങ്കം ആ കപ്പലിൽ മുങ്ങിത്താഴുകയാണ്. അവിടെ CPI-യുടെ ചില നേതാക്കൾക്കും കഷ്ടിച്ച് നീന്തി രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. ആ കപ്പൽ മുങ്ങി, ക്യാപ്റ്റൻ നീന്തി രക്ഷപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്ന അണികളെല്ലാം മുങ്ങി താഴുന്നു. മന്ത്രിമാരടക്കം 14ഓളം മന്ത്രിമാർ തോൽവിയുടെ കയ്പുനീർ കുടിക്കുന്നു. പക്ഷെ ഒരു ആശ്വാസ വാർത്ത UDF-ന് വരുന്നുണ്ട്. അത് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ വന്നു എന്നുള്ളതാണ്. 1525 വോട്ടുകൾക്ക് രമേശ് പിഷാരടി പാലക്കാട് വീണ്ടും മുന്നിൽ. അത് മാത്രമല്ല രഞ്ജിത്ത്, കപ്പൽ മുങ്ങിയെങ്കിൽ മാത്രമല്ല കേരളത്തിന്റെ മുഖത്ത് നോക്കി കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഇതാ കേരളം തിരിച്ചും പറഞ്ഞിരിക്കുന്നു LDF-നോട് കടക്ക് പുറത്ത് എന്ന്. അവിടെയും അകത്താകുന്നത് ഒരാൾ മാത്രമാണ്, ക്യാപ്റ്റൻ മാത്രമാണ്. മറ്റെല്ലാവരോടും മന്ത്രിമാരോടും MLA-മാരോടും ഒക്കെ ഒറ്റക്കെട്ടായി പറയുന്നു കടക്ക് പുറത്ത്. നമുക്ക് ഒന്നിച്ചങ്ങ് ഇറങ്ങാമല്ലേ എന്ന് പറഞ്ഞു, ഒന്നിച്ചിറങ്ങി. എന്തായാലും വയനാട്ടിലെ ദുരന്തമുഖത്ത് അടക്കം വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിട്ട ഒരു പാർട്ടിയാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. നിങ്ങൾ എവിടെയാണ് ഈ പറയുന്നത് പോലെ വയനാട്ടിലെ ദുരന്തബാധിതരെ അടക്കം സംരക്ഷിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുടിൽ കെട്ടി പ്രതിഷേധം നടത്തിയ യുവനേതാക്കളുണ്ട്. പക്ഷേ ആ യുവനേതാക്കൾക്ക് നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥികൾ പോലും ഇപ്പോൾ പിന്നോട്ട് പോകുമ്പോൾ അതാണ് കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഇപ്പോഴും പിടിതരാത്ത ഒന്നായി മാറുന്നു എന്നത് എടുത്തു പറയേണ്ടത്. അങ്ങനെ വലിയ ആക്ഷേപങ്ങൾ ആയിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും അടക്കം UDF നേരിട്ടത്. അവിടെ UDF-ന്റെ ഭാഗമായിട്ടുള്ള ലീഗിന് മാത്രമല്ലേ വീട് വെച്ച് നൽകാൻ സാധിച്ചുള്ളൂ എന്ന് ചോദിച്ചെടുത്ത് ഇതാ ടി സിദ്ദിഖ്. ഞാൻ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ കൽപ്പറ്റയിൽ അതേ ടി സിദ്ദിഖിനെ കൂവി വിട്ടതാണ്. അതായത് മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്ന വീടുകൾ LDF-ന്റെ സർക്കാരിന്റെ വീടുകൾ നൽകിയപ്പോൾ ആ വേദിയിൽ UDF-ന് കൂവലേൽക്കേണ്ടി വന്നു. LDF-ന്റെ പ്രവർത്തകർ അവിടെ മുണ്ടക്കയിലും ചൂരൽമലയിലും കൂവി തോൽപ്പിച്ച ടി സിദ്ദിഖ് പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ വിജയിച്ചു കയറുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് ഒരിക്കൽ കൂടി വിജയിച്ചു കയറുകയാണ് മികച്ച ഭൂരിപക്ഷത്തിൽ. തീർച്ചയായും എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ എന്നുള്ളതൊക്കെ വിശദമായി ഇനി പരിശോധിക്കേണ്ടി വരും. പറഞ്ഞതെല്ലാം വാക്ക് പാലിച്ചു എന്നതാണ് പറഞ്ഞത്. പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയ സർക്കാരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് CP ജോണിന്റെ ലീഡ് മാറുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വിജയം ഉറപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് NDA വരുന്നു എന്ന ഒരു വാർത്ത കൂടിയുണ്ട്. എന്തായാലും തിരുവനന്തപുരം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു എന്നതാണ്. അതായത് ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഏത് രീതിയിലും ഫലസൂചനകൾ മാറിമറിയാം എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. ചാത്തന്നൂരിലും സമാനമായ സ്ഥിതിയുണ്ട്. കുറഞ്ഞൊരു 6-7 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. അതിന്റെ സൂചനകൾ വരുന്നു. മാറി ചാത്തന്നൂരിൽ ഇപ്പോൾ രാജേന്ദ്രൻ 470 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി നഗരസഭയിൽ എണ്ണാൻ 2 വോട്ടുകൾ കണ്ണൂർ, പാലക്കാട് നഗരസഭയിൽ 2 ബൂത്തുകൾ മാത്രം എണ്ണാനുള്ളപ്പോൾ അതിനുശേഷം പഞ്ചായത്തുകൾ കണ്ണാടിയും മാത്തൂരും പിരായിരിയും എണ്ണുമ്പോഴാണ് കൃത്യമായി തന്നെ UDF-ന് അനുകൂലമായ സ്ഥലങ്ങളാണ്. അവിടെ ഒരുപക്ഷെ രമേശ് പിഷാരടിക്ക് ലീഡ് കിട്ടിയേക്കാം. അമ്പലപ്പുഴയിൽ ലീഡ് 8000 കടന്നു. രണ്ടുപേരും തുല്യമാണ്. കണ്ണാടി LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ ഇതിനെ മാറാനുള്ള സാഹചര്യമാണ് അമ്പലപ്പുഴയിൽ 8000 കടന്നു. കൊല്ലത്ത് 2 സീറ്റ് മാത്രമായിരുന്നു UDF-ന് ഉണ്ടായിരുന്നത്. അവിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.